ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക്, അതായത് എൻ്റെ ഒരു പുതിയ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കെന്താ ഇവിടെ സുഖമാണ്. ചെറിയ ചെറിയ പണികളും ഹാളൊക്കെ അലങ്കോലമാണ്. ഇതൊക്കെ ഒതുക്കിപ്പറക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. ഈ ബോക്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്. TV ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ ആളെ വിട്ടിട്ട് അവർ വന്നതാണ് കേട്ടോ. അവർ TV ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഞാൻ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ കറിയുണ്ട്, രാവിലെ വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്കിലേക്കുള്ള പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോഴേക്കും ഇവർ വരുന്നു പറഞ്ഞപ്പോൾ അവരവർ വന്നു, അവരുടെ TV കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. ഫിറ്റ് ചെയ്തിട്ടേ നമുക്കൊന്നും അറിയില്ലല്ലോ, ആകപ്പാടെ പുതിയ TV ആണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണേ ഉള്ളൂ. അങ്ങനെ അവർ വന്ന് ഫിറ്റ് ചെയ്ത് തന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. അടുക്കളയിൽ തന്നെയാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ട്. ഏട്ടൻ ഒറ്റയ്ക്ക് കഴിക്കണമല്ലോ, എനിക്ക് വിശക്കണില്ല പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ട്. മാസം ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകണമല്ലോ. മാസത്തിൽ സ്ഥലം 2 മാസം കൂടുമ്പോഴൊക്കെയാണ്. കണ്ടോ എൻ്റെ ചട്ടി, ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി വെച്ചത്, കഴിഞ്ഞ മുന്നിലെ വീഡിയോയിൽ ചിക്കൻ കറി വെച്ചിട്ടേ ഒത്തിരി ഒന്ന് അടിപ്പിടിച്ചപ്പോൾ ഞാനൊന്ന് ചുരണ്ടിയതാണ്. ആ കമ്പിച്ചകിരി കൊണ്ടൊന്ന് ചുരണ്ടി നോക്കിയപ്പോൾ അതതിൻ്റെ അടിഭാഗം അങ്ങനെ വിണ്ട് വന്നു, പൊട്ടി. എന്താ പറഞ്ഞിട്ട് കാര്യം, ഇനി ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും കളയാൻ മനസ്സ് വരാതെ ഞാൻ അവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പം ഏട്ടൻ കഴിക്കുന്ന ഗ്യാപ്പിൽ കുറച്ചും കൂടെ ബുക്കുകൾ ചട്ടയിടാനുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടേ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കുട്ടികൾ സ്കൂളിൽ പോയിരിക്കണം. അവർ വരുമ്പോഴേക്കും ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാം, ഇവന്മാരും കൂടെ വരണം പറയും. അപ്പോൾ അത് ചിലവ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ എപ്പോഴും പോണ സപ്ലൈകോയിലേക്ക് തന്നെയാണ് കേട്ടോ പോണത്. അങ്ങനെ സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട്. ഇത് അമ്മ പറഞ്ഞു തന്ന ശീലങ്ങളാണ്, അതായത് എൻ്റെ അമ്മായിയമ്മ പറഞ്ഞു തന്ന ശീലങ്ങളാണ്. ഈ ആഴ്ചയ്ക്കും അങ്ങനെ ഇങ്ങനെയൊന്നും സാധനങ്ങൾ വാങ്ങണ്ട, ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലാഭമായിരിക്കും, അത്യാവശ്യം ഓടാനുള്ളത് ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ എപ്പോഴും സ്റ്റോറേജ് ചെയ്യണത് കേട്ടോ. എപ്പോഴും പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് വീട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ അപ്പം മുതൽ നമ്മളിങ്ങനെ മാസം സപ്ലൈകോയിലല്ല പോവാറ്, ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് വാങ്ങിക്കൊണ്ട് വരുന്നത്. പിന്നെയാണ് ഈ സപ്ലൈകോ, ഇവിടെ അയ്യപ്പൻകാവിൽ സപ്ലൈകോ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല. ഇപ്പോൾ പിന്നെ ഇവിടെ പോകാൻ തുടങ്ങിയ പിന്നെ ഇവിടേക്ക് തന്നെയാണ്. ഏട്ടനില്ലെങ്കിലും ഞങ്ങൾ നടന്നു വരാനുള്ള അടുത്തല്ലേ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യണം. ചേച്ചിയും മഞ്ജുവൊക്കെ ഇങ്ങനെ പോവും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനും ശരി എന്നാൽ പിന്നെ ഇവിടേക്ക് തന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് ഈ സപ്ലൈകോയിൽ വരുന്നത് കേട്ടോ. അമ്മ കല്യാണത്തിന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ അമ്മ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇതുപോലെ സപ്ലൈകോ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ്, സ്റ്റേഡിയം അല്ല, സ്റ്റേഡിയത്തിൻ്റെ അവിടെയല്ല, പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയും, അവിടെയായിരുന്നു സപ്ലൈകോ. അമ്മ അവിടെ പോയി ഇങ്ങനെ 2-3 ബിഗ് ഷോപ്പർ ഫുള്ളായിട്ട് ഓട്ടോയിൽ തന്നെ വരും. ഒറ്റയ്ക്ക് തന്നെ പോവുക. ചിലപ്പോൾ ഞാനോ ചേച്ചിയോ അങ്ങനെ പോവാറുണ്ട്. പിന്നെ എങ്ങനെ പോവാ പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ഹോസ്പിറ്റലിൽ പോകുമല്ലോ, മാസം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുമ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങിയിട്ട് വരും. അങ്ങനെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അമ്മ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വരും. സാധനങ്ങൾ വാങ്ങിയിട്ട് വന്ന ഉടനെ ഞാനും ചേച്ചിയും അമ്മയും കൂടെ തന്നെയാണ് പാക്കിങ്. ബോക്സ് കുപ്പികളിലാക്കി വെക്കണമല്ലോ, ബോക്സല്ല കുപ്പികളിലാക്കി വെക്കണം. അതൊക്കെ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആക്കണം. പോട്ടെ, സാരമില്ല, ഞാൻ തന്നെ ആക്കി വയ്ക്കാം. പിന്നെ ഇന്നലെ തന്നെ കുറച്ച് പൂളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇന്നലെ കുറച്ച് മുരിങ്ങയിലിട്ട് കറി വെച്ചു. ഇന്ന് നമുക്കത് ചായ കുടിക്കുമ്പോൾ പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട് സപ്ലൈകോയിൽ പോയി വന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ. എൻ്റെ കടല, പയർ, പരിപ്പൊക്കെ കഴിഞ്ഞിരിക്കണം. ബാക്കി പൊടി ഐറ്റംസൊക്കെ ഒരുവിധമൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളത് വാങ്ങണ്ട, ഇല്ലാത്തത് മാത്രം വാങ്ങിയാൽ മതിയല്ലോ. പിന്നെ അടുത്ത മാസം പോകുമ്പോൾ മാസം എന്തായാലും പോകുന്നുണ്ട്, അപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങി. ഇനി ഇതൊക്കെ കുപ്പിയിലാക്കി വെക്കണം. ആ പറഞ്ഞില്ലേ, ഞാൻ തന്നെ കുപ്പിയിലാക്കി വെക്കണം. അത് കാണുമ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടായി. പിന്നെ പൂളക്കിഴങ്ങ് ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കാൻ, കറിയില്ലാതെ കട്ടൻ ചായക്ക് കൂടെ കഴിക്കാൻ. പിന്നെ ഓരോന്ന് മുളക് പൊടിയും ചായപ്പൊടിയും മല്ലിപ്പൊടിയും മാഗിയും, പിന്നെ ഇനി മഴക്കാലമൊക്കെ വരുമ്പോൾ അതായത് ജലദോഷവും പനിക്കൊക്കെ വരുമ്പോൾ കൊള്ളൊക്കെ വെച്ചിട്ട് രസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുമല്ലോ കൊള്ളൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും കൊള്ളൊന്നും വാങ്ങാറില്ല കേട്ടോ. ഈ ഏട്ടൻ വന്നപ്പോൾ എന്നാൽ അതെടുക്ക്,
എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊള്ളെടുത്താണ്. പിന്നെ കടല, പരിപ്പ്, വയറ് എല്ലാം എടുത്തിട്ടുണ്ട്. സോപ്പും കോൾഗേറ്റ്, പഞ്ചസാരയൊക്കെ സബ്സിഡി ഉണ്ട്. പഞ്ചസാര, പരിപ്പ്, ഈ കടലവർഗ്ഗങ്ങൾക്കൊക്കെ സപ്ലൈകോയിൽ സബ്സിഡി ഉണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ പോകാൻ കാരണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകുള്ളൂ. അവിടെയൊക്കെ നല്ല റേറ്റ് ആണല്ലോ. നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയൊരു സപ്ലൈകോണ്, കുറച്ച് റേറ്റും കുറവാണ്, സബ്സിഡി ഉള്ളത് കൊണ്ട്. പക്ഷെ എന്നാലും എങ്ങനെ എടുത്താലും ആവും കേട്ടോ. അങ്ങനെ പാക്കിംഗ് കുപ്പികളിലൊക്കെ എല്ലാം ഏകദേശം ചെറിയ ചെറിയ കുപ്പികളൊക്കെ കാലിയായിട്ടുണ്ട്. ഈ ജീരകം, പെരിഞ്ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഏകദേശം എല്ലതും ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ, കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ വരിക്കുട്ടി പോയിട്ട്, കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നിട്ടേ വരി പോയിട്ട് ഞാൻ പാൽ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ പാൽ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ പാൽ ചായ തന്നെ ഉണ്ടാക്കി. പാൽ ചായ കുടിക്കട്ടെ. പിന്നെ എപ്പോഴും ഉള്ള പരിപാടിയാണ് ഈ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ചായ കുടിക്കുക. അത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ റോഡ് നോക്കിയിരുന്ന് രണ്ടാളും കൂടെ എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു പ്ലേറ്റിൽ തന്നെ രണ്ടാൾ കൊടുത്തിട്ട് വന്നത്. ഈ വെറുതെ പ്ലേറ്റ് കഴിയണ്ടല്ലോ, അതും ലാഭം. അങ്ങനെ ഒരു പ്ലേറ്റിൽ തന്നെ രണ്ടാൾ കൊടുത്തിട്ട് വന്നിട്ട്, ഏട്ടനെ അങ്ങനെ പൂളക്കിഴങ്ങൊന്നും വലിയ ഇഷ്ടമല്ല. ഇഷ്ടമാണ്, പക്ഷെ വലുതായിട്ട് കഴിക്കില്ല. കാരണം ഗ്യാസാണെന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ കഴിക്കാറില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കഴിക്കുകയും ചെയ്യും, എനിക്കിഷ്ടമാണ്. അങ്ങനെ വരിക്കുട്ടി കളിക്കാൻ പോയി അപ്പം തന്നെ. എന്നിട്ട് പാടത്ത് പോയതാണ് അവൻ കളിക്കാൻ. പാടത്ത് പോയിട്ട് കളിക്കാൻ പോയിട്ട് ഒരു കുഞ്ഞു മീൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പിള്ളേരൊക്കെ നിറയെ ഉണ്ട്, അവരെല്ലാവരും പാടത്താണ്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഏട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്കും പോവാം പാടത്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പാടത്ത് കൊണ്ട് മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കാം. ഈ ഏട്ടനെ പാടത്ത് പോയിട്ട് മീൻ പിടിക്കാനൊന്നും അറിയില്ല. പക്ഷെ അച്ഛനും പ്രസാദും പ്രദീപും അവരെല്ലാവരും പാടത്തു നിന്നൊക്കെ ഞങ്ങളും പോവാറുണ്ട്. ഇവർ പാടത്ത് അച്ഛൻ മീൻ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ കുഴിയിലും വെള്ളത്തിലും ഞങ്ങളുടെ പാടത്തിൻ്റെ ഓരത്തപ്പുറത്തൊരു കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മീനുണ്ടാവും. അപ്പോൾ അച്ഛൻ പോകുമ്പോൾ ഞങ്ങളും പോവും. ഇങ്ങനെ തോർത്തൊക്കെ കൊണ്ടുപോയി കോരിയിട്ടൊക്കെ അങ്ങനെ പാടത്ത് വെള്ളത്തിലൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഈ ആടിനൊന്നും പാടത്ത് വെള്ളത്തൊന്നും അങ്ങനെ മീനൊന്നും പിടിക്കാൻ അറിയില്ല, പാടത്ത് ചളിയിലൊന്നും ഇറങ്ങാത്തതുകൊണ്ടേ. പക്ഷെ എനിക്കും അറിയില്ല കേട്ടോ. പക്ഷെ ഇവർ കൂടെ പോവും, കോരിയൊക്കെ അങ്ങനെ തോർത്തോണ്ട് കോരാനും അങ്ങനെയൊക്കെ എനിക്ക് കിട്ടും. അപ്പോൾ ഈ വരിക്കുട്ടി വാ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ അയക്കാതെ ഞങ്ങളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ വെള്ളം ഒഴുകി പോകുമ്പോൾ അവിടുന്ന് പാടത്തു നിന്നൊക്കെ ചാടും മീൻ. അങ്ങനെ ഇവിടുന്ന് 2-3 പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വരിക്കുട്ടിക്ക് ഒരു കുഞ്ഞു മീൻ കിട്ടി. വേറെ ചക്കന്മാരുടെ കൂടെയൊക്കെ പോയിട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ട് വന്നതാണ്. കുഞ്ഞാറ്റിക്ക് ക്യാമ്പുള്ളതുകൊണ്ട് അവൻ വരാൻ വൈകും. അതുകൊണ്ടാണ് വരിക്കുട്ടി മാത്രം ഞങ്ങളോട്. കുഞ്ഞുണ്ടെങ്കിലും കുഞ്ഞാറ്റ ഞങ്ങളുടെ കൂടെ വരാറില്ല കേട്ടോ. അവൻ പാടത്ത് വേറെ പിള്ളേരോടെ കളിക്കാൻ പോകും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പാടത്തൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട്, മഴ കുറച്ച് കുറവുണ്ടല്ലോ, മഴയൊന്നുമില്ല. അപ്പം അങ്ങനെ മീനൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നോക്കുകയാണ് എവിടെ മീൻ. പിന്നെ ഞാനൊരു കവർ കയ്യിൽ വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക്, വല്ല മീനും കിട്ടിയാൽ കൊണ്ടുവരണ്ടേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പാടത്ത് നിന്ന് കുഞ്ഞു ഈ കണ്ണാൻ തന്നെയാണ്, കണ്ണാൻ്റെ കുഞ്ഞുങ്ങളെ, പൊടി കുഞ്ഞുങ്ങൾ, അത് ചുവപ്പ് കളറാണല്ലോ കണ്ണാൻ മീനിൻ്റെ കുഞ്ഞുങ്ങൾ, അത് കിട്ടിയിട്ടുണ്ട്. വരിക്കുട്ടി ഗപ്പികളുടെ കൂടെ ഇടാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചുതരാം. അപ്പം ഞാൻ പറഞ്ഞു ഗപ്പികളുടെ കൂടെ ഇടണ്ട, വേറെ ഇട്ടാൽ മതി പറഞ്ഞിട്ട് അവൻ വേറൊരു വട്ടപാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു പൊടികളെ, ഗപ്പീനെ പോലെ തന്നെ കുഞ്ഞു പൊടികൾ. അച്ഛനമ്മേനും കൂടെ മീൻ പിടുത്തമാണ്. ഇതാണ് അച്ഛനമ്മേൻ്റെ മീൻ പിടുത്തം, കണ്ട നല്ല കുഞ്ഞു പൊടികൾ. അപ്പോൾ ഇതും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊന്നുമില്ല. ഈ കുഞ്ഞു വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇതേ കണ്ടോ, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവിടെ നമ്മുടെ വായനശാല, ഇപ്പോൾ പുതിയ ഒരു അംഗൻവാടി വരികയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് തന്നെയാണ്. തറവാട് വീട് മീനുവേട്ടൻ്റെ വീടിൻ്റെ തൊട്ടായിട്ട്. അപ്പോൾ അവിടെ പയ്യന്മാർ പാട്ടൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്, നമ്മുടെ നാട്ടിലെ കുട്ടികൾ തന്നെ. അപ്പോൾ മഴക്കാറും ഇപ്പുറത്തെ സൈഡ് വെളിച്ചമുണ്ട്, ഇപ്പുറത്തെ സൈഡ് വെളിച്ചമില്ല. അങ്ങനെ സൺസെറ്റും കണ്ട് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ എണീറ്റ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വരിക്കുട്ടിക്ക് മീൻ കിട്ടിയതിൻ്റെ സന്തോഷമാണ്. വരിക്കുട്ടി വേഗം പോയും കൊണ്ട് വട്ടപാത്രത്തിലിട്ട് വെക്കണം. പിന്നെ ഒരു കുഞ്ഞു കണ്ണാമീൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതൊക്കെ കഴുകി വൃത്തിയാക്കി അവനെ ഒന്ന് വറുത്ത് കൊടുക്കണമെന്നാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.